ഹൈക്കോടതി വിധിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ SITയുടെ ഇനിയുള്ള അന്വേഷണങ്ങൾ ഏത് രീതിയിൽ ആകും എന്നുകൂടി നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഷീജ, കഴിഞ്ഞ 20 വർഷങ്ങളിലെ നടപടികൾ കൂടി അന്വേഷിക്കാൻ ഇപ്പോൾ ഹൈക്കോടതി SITയോട് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊടിമര നിർമ്മാണം അടക്കമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, വാജീവാഹനം കൈമാറിയതടക്കമുള്ള കാര്യങ്ങൾ, പോറ്റി ശബരിമലയിൽ കയറിയ വർഷമടക്കം ഇനിയിപ്പോൾ അന്വേഷണ സംഘത്തിന്റെ പരിധിയിലേക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ UDF ഭരണസമിതിയുടെ കാലത്ത് നടന്ന ഈ കൊടിമര നിർമ്മാണത്തിലെ അഴിമതി, പണപ്പിരിവ്, വാജീവാഹനം കൈമാറിയത്, ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും നിർണായകമായ ഘട്ടമാണ്. തീർച്ചയായും ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് SIT കടക്കുമ്പോൾ വലിയ തോതിൽ കോൺഗ്രസ് പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സ്വാഭാവികമായും കഴിഞ്ഞ 20 വർഷം കൂടി അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമുക്കറിയാം, ഇപ്പോൾ ഇതിനകം തന്നെ കൊടിമരം 2017 കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ, വാജിവാഹനത്തിന്റെ കൈമാറ്റം അതടക്കമുള്ള വിഷയങ്ങൾ ഇപ്പോൾ തന്നെ അന്വേഷണ പരിധിയിലേക്ക് SIT കൊണ്ടുവന്നിട്ടുണ്ട്. അത് അവർക്ക് ലഭിച്ച മൊഴികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ രീതിയിലൊരു തീരുമാനം. അപ്പോൾ അതിനു മുൻപും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ക്രമക്കേടുകൾ ശബരിമല കേന്ദ്രീകരിച്ച് നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് SIT ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ചിനെ അറിയിച്ചിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുൻ വർഷങ്ങളിലേതടക്കമുള്ള, അതായത് ഏകദേശം 20 വർഷം മുന്നേ വരെയുള്ള കാര്യങ്ങൾ അന്വേഷണ പരിധിയിലേക്ക് ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുള്ളത് എന്നുള്ള കാര്യമാണ്. സ്വാഭാവികമായും നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഹൈക്കോടതി ഉത്തരവിൽ നിന്നടക്കം വ്യക്തമാകുന്നത് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 2 കേസുകളാണ്. അത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളുമായി ബന്ധപ്പെട്ടും മറ്റൊന്ന് കട്ടിളപ്പാളിയുമായി ബന്ധപ്പെട്ടുമാണ്. സ്വാഭാവികമായും ഈ 2 കേസുകളിലും ആദ്യ കേസിൽ 3 പേരും രണ്ടാമത്തെ കേസിൽ 2 പേർ കൂടി SITയുടെ നിരീക്ഷണത്തിലുണ്ട് എന്നുള്ള കാര്യമാണ് ഇതിൽ മറ്റൊന്ന് നിർണായകമാകാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുക എന്നതിലേക്ക് അടിയന്തരമായി തന്നെ SIT കടക്കും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. സ്വാഭാവികമായും നേരത്തെ തന്നെ SITയുടെ പരിഗണനയിലേക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യം ഷീജ, ആ രീതിയിൽ കൂടുതൽ പേരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് SIT കടക്കുകയാണെങ്കിൽ ഈ അജയ് തറയിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കളെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് പോകാനുള്ള വളരെ പ്രധാനപ്പെട്ട സാധ്യതകളല്ലേ ഇനി നമ്മുടെ മുന്നിലുള്ളത്? കാരണം കൊടിമരത്തിന്റെ നിർമ്മാണം അടക്കം അന്വേഷണ പരിധിയിലേക്ക് വരുമ്പോൾ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു, അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. അജയ് തറയിലായിരുന്നു ബോർഡ് അംഗമായി ഉണ്ടായിരുന്നത്. അപ്പോൾ എന്തിന് ഈ വാജീവാഹനം കൈമാറി? ഒപ്പം തന്നെ ഇതിൽ പണപ്പിരിവ് നടന്നു എന്ന ആക്ഷേപം, സ്പോൺസർഷിപ്പ് ഉണ്ടായിട്ടും വലിയ തോതിൽ കോടികൾ പിരിച്ചു എന്ന ആക്ഷേപം നിൽക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു തുടങ്ങിയ ചോദ്യങ്ങൾക്കൊക്കെ മറുപടി നൽകേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കോൺഗ്രസ് ഭരണസമിതി എത്താൻ വേണ്ടി പോവുകയല്ലേ? തീർച്ചയായും അതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അജയ് തറയിലിനെ ഉൾപ്പെടെ ചോദ്യം ചെയ്യും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല. പ്രത്യേകിച്ചും 2017 ഈ കൊടിമരം പുനഃസ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് തന്നെ വലിയ വിഷയങ്ങൾ, വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും കൊടിമരം മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന തരത്തിൽ വലിയ തോതിൽ ആരോപണം ഉയർന്നിരുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ തുക കണ്ടെത്തിയിട്ടും എന്തിനാണ് അനധികൃതമായി പണപ്പിരിവ് നടത്തിയത് എന്നുള്ള കാര്യവും ഇവിടെ ഉയരുന്ന ഒരു വിഷയമാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സഹിതം പുറത്തു വന്നിട്ടുമുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള തെളിവുകളടക്കം പൊതുസമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമാണ്. അപ്പോൾ സ്വാഭാവികമായും SITയും വ്യക്തമാക്കുന്നത് അതാണ്. 2017 അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന സമയത്തെ ദേവസ്വം ബോർഡിലെ അംഗങ്ങളെയും ഇതിന്റെ ഭാഗമായി ചോദ്യം ചെയ്യേണ്ടി വരും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവുമില്ല എന്നുള്ള കാര്യമാണ്. പ്രത്യേകിച്ചും ഈ വാജുവാഹനം കൈമാറുന്നത് തന്നെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന പ്രയാർ ഗോപാലകൃഷ്ണനും അതോടൊപ്പം തന്നെ അംഗമായിരുന്ന അജയ് തറയിലും ചേർന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഉറപ്പായും അജയ് തറയിലിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് എത്രയും വേഗത്തിൽ തന്നെ ചോദ്യം ചെയ്യാനുള്ളൊരു നീക്കം തന്നെയാണ് SIT നടത്തുന്നത്. പ്രത്യേകിച്ചും പ്രയാർ ഗോപാലകൃഷ്ണൻ ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ളവരിലൂടെ അതിലുള്ള വ്യക്തത തേടുക എന്നുള്ളത് തന്നെയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മൊഴികൾ ഇവരുമായി അസോസിയേറ്റ് ചെയ്ത് ഉണ്ടായിരുന്ന പലരിൽ നിന്നായി മൊഴി ശേഖരിക്കുന്നതടക്കമുള്ള നടപടികളും SIT ആരംഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വിപുലമായ അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇന്നു മുതൽ SIT കടക്കുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതുകൊണ്ട് സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ അന്നത്തെ ബോർഡിൽ ഉണ്ടായിരുന്നവരെ അടക്കം എത്രയും വേഗത്തിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് കൂടി SIT കടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. മനു.
സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ ഒരു രാഷ്ട്രീയ വശം കൂടി പറഞ്ഞു പോകണമല്ലോ. അതിന് ഇന്ന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം നിയമസഭാ സമ്മേളനം തുടങ്ങാൻ വേണ്ടി പോകുന്ന ദിവസമാണല്ലോ. ഈ ലാസ്റ്റ് പാർലമെന്റ് സമ്മേളനം, വിന്റർ സെഷന്റെ പാർലമെന്റ് തുടങ്ങിയപ്പോൾ എന്തായിരുന്നു നമ്മൾ കണ്ടത്? കോൺഗ്രസിന്റെ എംപിമാരെല്ലാം നിരന്ന് പാർലമെന്റിന് മുന്നിൽ നിരന്ന് നിന്നുകൊണ്ട് പോറ്റിയെ കേറ്റി എന്ന പാട്ട് പാടുന്നതാണല്ലോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. കേറ്റിയത് സഖാക്കന്മാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാട്ട് പാടുന്നതാണല്ലോ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഈ നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആ പാട്ട് പാടാനുള്ള ധൈര്യം കോൺഗ്രസിന്റെ UDF-ന്റെ MLA-മാർക്ക് ഉണ്ടാകുമോ ഷീജ? നിയമസഭയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് സ്വാഭാവികം മറ്റൊരു കാര്യം കൂടി വരില്ലേ? പോറ്റി എങ്ങനെയാണ് ഈ പറയുന്ന സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കയറിയത്? എങ്ങനെയാണ് അടൂർ പ്രകാശിന്റെയും ആന്റണിയുടെ ഒപ്പം അവിടെ എത്തിയത്? ആരാണ് പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോകാനുള്ള ഈ അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തത്? അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുത്ത് സോണിയാഗാന്ധിയെ കാണാൻ പോറ്റിയും ഒപ്പം തന്നെ ഈ സ്വർണം വാങ്ങി ഗോവർദ്ധനുമൊക്കെ എന്താണ് ബന്ധം എന്ന വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യങ്ങൾ മറുഭാഗത്ത് ഉയർന്നു വരില്ലേ? അതുകൊണ്ട് ഈ സഭാ സമ്മേളനം തുടങ്ങുമ്പോൾ ആ പാട്ട് പാടാനുള്ള ധൈര്യം കോൺഗ്രസിന്റെ അംഗങ്ങൾക്കുണ്ടാകുമോ സഭയ്ക്ക് മുന്നിൽ? മനു, ഏതായാലും ആ പാട്ട് പാടാനുള്ള ധൈര്യം കോൺഗ്രസിന് ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, കോൺഗ്രസ് പൂർണ്ണമായും UDF പ്രതിരോധത്തിലാകുന്ന ഒരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് മുന്നിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ സർക്കാരിൽ ഊന്നിക്കൊണ്ട്, സർക്കാരിനെ പഴിചാരിക്കൊണ്ട് സ്വാഭാവികമായും ഈ വിഷയം ഉന്നയിക്കാനുള്ളൊരു സാധ്യത മാത്രമാണ് നിലനിൽക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിഷയം അവർ സഭയിൽ ഉന്നയിക്കുകയാണെങ്കിൽ അവർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ നിരവധിയാണ് എന്നുള്ള കാര്യമാണ്. മനു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരുടെ കാലത്താണ് ഈ കേസിലെ മുഖ്യപ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത്? ആരാണ് അവിടെ സ്പോൺസറായി എത്താനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചു കൊടുത്തത്? അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സോണിയാഗാന്ധിക്ക് അടുത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ കേസിലെ മറ്റൊരു പ്രതിയായിട്ടുള്ള ഗോവർദ്ധനെയും ആരാണ് എത്തിച്ചത് എന്നതടക്കമുള്ള ചോദ്യങ്ങൾക്ക് അവർ ആ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിൽ കഴിഞ്ഞ സെഷനിലുണ്ടായിരുന്ന ആ ഒരു ആവേശം ഇത്തവണ UDF-ന് ഉണ്ടാകാനുള്ളൊരു സാധ്യത കുറവാണ്. കാരണം കോൺഗ്രസുകാർ തന്നെ പ്രതിക്കൂട്ടിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ നിലപാടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരൊക്കെയാണ് കുറ്റക്കാരായി വരുന്നത് അവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാകും എന്നുള്ളതിൽ ഒരു തരത്തിലുള്ള തർക്കവും വേണ്ട എന്നുള്ള കാര്യം സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കില്ല എന്നുള്ള കാര്യവും സർക്കാർ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ള ഒരു സാഹചര്യവും നമുക്ക് മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും അവർ ഈ വിഷയം ഉന്നയിക്കുകയാണെങ്കിൽ ഏത് രീതിയിലാണ് ഈ കേസിന്റെ അന്വേഷണം പോകുന്നത് എന്നുള്ള കാര്യം അത് സർക്കാർ വിശദീകരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും. പക്ഷേ അവർ നേരിടേണ്ടി വരുന്ന ചോദ്യങ്ങൾ അതായിരിക്കില്ല എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ സമ്മേളനത്തിൽ നിന്നും ഈ ഒരു സമ്മേളനത്തെ വ്യത്യസ്തമാക്കുന്നതും ആ വിഷയം തന്നെയാണ്. മനു.